ഹലോ, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ മീൻ പിടിക്കാനായിട്ട് വേണ്ടി വന്നതല്ല. അപ്പോൾ ഇവിടെ ഈ മീനിൻ്റെ ഒരു ഇളക്കവും മറിച്ചിലോ കണ്ടുകൊണ്ട് അന്ന് ഒന്ന് ചൂണ്ടിട്ട് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇട്ടതാണ്. പക്ഷേ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നല്ല കൊത്തൊക്കെ ഉണ്ട്, കുത്തി വലിച്ചുകൊണ്ട് പോകും. അത് ഈ ചപ്പിൻ്റെ ഇടയിലോട്ടും അതുപോലെ തന്നെ കല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ വലിച്ച് താത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു കല്ലട കിട്ടിയിട്ടുണ്ട്. മുള്ളുണ്ടോ കുത്തുന്ന ഇതിന് മുള്ളു കണ്ടോ, മേത്ത് കുത്തുന്നതാണേ. ഇത് നിന്റെ മേത്ത് കൊള്ളു. ഇത് കണ്ടോ, അവന്റെ മേത്തെ മുള്ളു കണ്ടോ നീ? ഇത് കണ്ടോ? ഒരു കല്ലടയാണ്. അപ്പൊ അവനെ നമുക്ക് അവിടെ ഇട്ടിട്ട് അടുത്ത മണ്ണിരനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂണ്ടക്കോലാണേലും അത്ര സ്ട്രോങ് ഒന്നുമല്ല. അത് നമ്മൾ ഉപയോഗിച്ച് ഒത്തിരി പഴകിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഒരു വലിയ മീനിനെ നമ്മൾ വലിച്ചു പൊക്കി കഴിയുമ്പം അതിൻ്റെ ഫോഴ്സ് കൊണ്ട് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഉള്ള 1-2 തീറ്റയും കൂടെ ഉള്ളതുകൊണ്ട് അതും വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കൊത്തി താഴ്ത്തുന്നുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ പൊടിമീനായിരിക്കും എന്നാണ് തോന്നുന്നത്, കാരണം കൊത്തി താത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി കാരീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെറുതെ ആയില്ല, നമുക്കൊരു കല്ലട കിട്ടി. പിന്നെ ദേ ഒരു കാരി. ഇത് കല്ലടനെ പോലെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ സൈഡിലത്തെ ഈ ഒരു 2 കൊമ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കുത്തിയാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് നല്ല വേദനയാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിതിനെ ഊരിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. കുറേ നേരം കേട്ടോ ഇത് പറ്റിക്കാൻ തുടങ്ങിയിട്ട് നമ്മളെ. നമുക്ക് കിട്ടുന്ന കാര്യമുണ്ടോ? ചിലപ്പോഴൊക്കെ ഇത് ഒരു കളർ മാറി വേറെ വേറെ കളറിൽ കിട്ടാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കരിക്കറുപ്പായിരിക്കും, ചിലപ്പോൾ ഒരു ചാര കളറ്. ഇപ്പം ഇതിന് കണ്ടോ, ഒരു പച്ച പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ചത്തിട്ടില്ലടാ. നമുക്കിപ്പോൾ കിട്ടാൻ തൊടല്ലേ, അതിന് മുള്ളുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കളർ മാറുന്നതനുസരിച്ചോ എന്താണ് കാലാവസ്ഥയോ അങ്ങനെ എന്തോ മാറുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെയും കളർ മാറുന്നത്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമ്മൾ വീണ്ടും ചൂണ്ടയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് വീണ്ടും ഒരു കല്ലടേനോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കിട്ടിയത്രയും സൈസൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ തരക്കേടില്ലാത്ത ഒരു കല്ലടയും കൂടിയാണ് കേട്ടോ. ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, നല്ല മീൻ പൊങ്ങുന്നൊക്കെ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കുറേ നേരമായിട്ട് നമുക്ക് ചൂണ്ടലൊന്നും കിട്ടുന്നില്ല. കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ തവണയായി കേട്ടോ പറ്റിക്കുന്നു. ഇതുപോലെ തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയ കാരി. കുറേ നേരം പറ്റിച്ച് നമ്മുടെ തീറ്റയും കൊണ്ട് പോയിട്ട് പിന്നെയാണ് കിട്ടിയത്. അപ്പോൾ അത് അടുത്തതുപോലെ തന്നെയാണ്, നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇത് പൊങ്ങി വലിച്ച് താത്തോണ്ട് പോകും, പക്ഷെ നമ്മൾ പൊക്കുമ്പോൾ കിട്ടത്തില്ല. ഇപ്രാവശ്യം നമ്മുടെ തീറ്റ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ തന്നെ ഒന്നുകൂടെ ഒന്ന് കോർത്തിട്ട് നോക്കാം. അതായത് കൂട്ടാ ആ മീനിൻ്റെ അവന് ഭയങ്കര ഫോട്ടോ എടുക്കലാണ് മീനിൻ്റെ.
അപ്പോൾ നമ്മുടെ തീറ്റയൊക്കെ തീർന്നു കേട്ടോ. നമ്മൾ കുറച്ചേ കരുതിക്കൊണ്ട് പോകുന്നുള്ളൂ. കാരണം ഇവിടെ മോട്ടർ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് മീനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മോട്ടർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് മണ്ണിരേനൊക്കെ ആയിട്ടാണ് വന്നത്. അത് തീർന്നു. ഇപ്പോൾ ലാസ്റ്റത്തെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ഇട്ട് നമ്മൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോവും. അപ്പോൾ ഇത് അടുത്തതിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വരാലിൻ്റെ ചെറിയൊരു വരാലും ആണ്. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു ചെറിയൊരു വരാലാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കൈപ്പത്തിയുടെ അതിലും വലുതുണ്ട്. അപ്പോൾ ഇതിന് ഇതേ പ്രത്യേകിച്ച് ഇതുണ്ടോ, ഈ ജസ്റ്റ് ഒരു ചൂണ്ട ഇങ്ങനെ കയറിയേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ പരിക്കൊന്നുമല്ല. അതുകൊണ്ട് നമുക്കിതിനെ റിലീസ് ചെയ്തേക്കാം. അത് പൊക്കോട്ടെ. ഇത് പോയി വലുതായിട്ട് വരുമ്പോൾ നമുക്ക് ഇവനെ പിടിക്കാം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് തന്നെ വിട്ടേക്കാം അല്ലേ? അതെ, അങ്ങോട്ട് വിട്ടാലും അത് തിരിച്ചിനകത്ത് പോവും. അത് വിടായിരുന്നു. അപ്പോൾ ഇതിനെ എന്താ ഇങ്ങോട്ട് ഇടാൻ പോവാണേ. വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് വരാൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ ഒരു കല്ലടയുണ്ട്. അതിനെ എടുക്കുന്നതിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇട്ടുള്ളൂ കേട്ടോ. ഒരു കൂടിപ്പോയാൽ ഒരു മണിക്കൂർ ഇട്ടിട്ടില്ല. അതിൽ കുറച്ച് സമയം നമ്മൾ ഇട്ടുള്ളൂ. നമ്മൾ ഒരു കുറച്ച് തീറ്റയും കൊണ്ട് നമ്മൾ വന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഒരു കല്ലട കിട്ടി, അതുപോലെ തന്നെ ഒരു കാരി കിട്ടി, ഒരു വരാലിനെ കിട്ടി. വരാൽ ഇപ്പോൾ ചെറുതായിരുന്നതുകൊണ്ട് നമ്മൾ വരാലിനെ തിരിച്ചു വിട്ടു. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് എനിക്ക് ഇരിക്കാനും വേണ്ട. അപ്പോൾ ഇതിനെല്ലാമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. സമയം പോയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. കുറച്ച് നേരം കൂടെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് നേരം കൂടെ വന്നതെന്ന് ഇടാമായിരുന്നു എന്ന്. വാലയെ പിടിച്ചെടുത്തൊക്കെ കുത്തുവോ? അപ്പോൾ നമ്മൾ മീനൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് മണ്ണിരേനെ കൂടെ കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് നേരം കൂടെയൊക്കെ ഇടായിരുന്നു. പക്ഷേ പറ്റിയില്ല, നിർഭാഗ്യവശാൽ നമുക്ക് പറ്റിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇവിടെ മോട്ടർ ഇടുന്നൊക്കെ ഉണ്ടെന്നോർത്തോണ്ടാണ് പിന്നെ അങ്ങനെ കൊണ്ടുവരാഞ്ഞത്. പല പ്രാവശ്യം നമ്മളിതുപോലെ ചൂണ്ടയിടാനായിട്ട് ഇങ്ങനെ മണ്ണിരേനൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇവിടെ മോട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ല. വെള്ളം അങ്ങോട്ട് ഒഴുക്കായിരിക്കും. അപ്പം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇട്ടു. നമുക്ക് കുറച്ച് മീനെ കിട്ടി. അതുപോലെ വരാലിനെ നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ നമ്മളിതേ പോവുകയാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. രാത്രിയായി ഇരുട്ടി. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.